അങ്ങനെ അപ്സൈഡ് ഡൗൺ ഫോർക്ക് വന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു എന്ന് മാറ്റി നിർത്തിയാൽ പവറിൻ്റെ കാര്യത്തിൽ വലിയ ഒരു വ്യത്യാസമില്ല എന്നുള്ളതാണ്. എന്ത് പവർ എന്നല്ലേ ഞാൻ കാണിച്ചു തരാം. ഡൗൺ ചെയ്തു, ഹായ് ഹലോ നമസ്കാരം. ഇന്ന് എൻ്റെ പിന്നിൽ കാണുന്നത് ബജാജ് പൾസർ NS200 ആണ്. 11 എന്ന് വെച്ചാൽ 11ഓളം പൾസർ മോഡലുകൾ ഇന്ത്യയിൽ ബജാജ് വിൽക്കുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ആ ഒരു മോഡലുകളിലെ NS200 വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. എന്തായാലും വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് NS200 വിശദമായി തന്നെ പരിചയപ്പെടാം. 11 എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് വെറുതെ പറഞ്ഞില്ല. കാരണം 11ഓളം മോഡലുകൾ പൾസറുണ്ട്. ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കമ്മ്യൂട്ടർ ബൈക്ക് എന്ന നിലയ്ക്ക് 125 മുതൽ അങ്ങോട്ട് 250cc വരെയുള്ള പലവിധ മോഡലുകളുണ്ട്. 220 2017 ഞാൻ മേടിച്ച 220. ആ 220 എൻ്റെ വണ്ടികളിൽ ഇനി എന്താ പറയുക, എല്ലാ വണ്ടികളും അരങ്ങൊഴിഞ്ഞ് പോയല്ലോ. നാനോ പോയതാണ്, ആസ്പെയർ പോയതാണ്, 220 പോയതാണല്ലോ. അവർ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ബജാജ് എന്ത് ചെയ്തു, 220 വീണ്ടും ഇറക്കി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു വണ്ടി ഇപ്പോൾ മാർക്കറ്റിലുണ്ടെന്നുള്ളത് ഒരു കൗതുകമായിട്ട് പറയാം. അപ്പോൾ 220 അടക്കം ഒരുപാട് മോഡലുകൾ ബജാജിനുണ്ട്. അപ്പോൾ NSന് അവരെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അപ്സൈഡ് ഡൗൺ ഫോർക്ക് പോലുള്ള ഫീച്ചേഴ്സ് കൊടുത്തു. എന്ന് വെച്ചാൽ അത്യാവശ്യം പവറുള്ള വണ്ടിക്ക് കുറച്ച് അധികം സ്റ്റെബിലിറ്റി കാര്യങ്ങളും കിട്ടണം എന്നുള്ള നിലയ്ക്കാണ്. NS എന്ന് പറയുന്നത് നേക്കഡ് സീറ്റാണ്. അപ്പോൾ NS എന്ന് പറയുന്ന ഈ വണ്ടിയുടെ മാറ്റങ്ങളിലേക്ക് ഒന്നുകൊണ്ട് വീഡിയോ ചെയ്യാം. സ്വാഗതം. NS200 പ്രത്യേകത, പുതിയ NS200 പ്രത്യേകത മാത്രമല്ല, നമ്മുടെ ചാനലിൽ ഈ ഒരു പൾസർ NS വീഡിയോ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് റൂമുണ്ട്, അതായത് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ. അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പുതുമകൾ ആദ്യം പറയാം. അപ്സൈഡ് ഡൗൺ ഫോർക്ക് ഒരു വലിയ പുതുമയാണ്. അത് മാത്രമല്ല ഡ്യുവൽ ചാനൽ ABS ഉണ്ട്. ഈ അലോയിൽ എന്ന് പറയുന്നത് 250യുടെ അലോയിലാണ്. 250 എന്ന് പറയുന്ന പൾസറിൻ്റെ അലോയിലാണ്. അങ്ങനെ പറയുമ്പോൾ ഇവർ പാർട്ട് ഷെയറിങ് ചെയ്യുന്നുണ്ട് അത്രേ. അതായത് വണ്ടികൾക്ക് പാർട്ട് ഷെയർ ചെയ്യുമ്പോൾ വെണ്ടറെ കിട്ടാനോ അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു പാർട്സിൻ്റെ ബിൽഡിനൊന്നും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് കൂടുതൽ പ്രൊഡക്ഷനൊക്കെ കിട്ടും, ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി പറയുന്നത്. 160യെ കമ്പയർ ചെയ്യുമ്പോൾ ലിക്വിഡ് കൂളാണെന്ന് പറയുമെങ്കിലും അത് ഓയിൽ കൂളും, ഇത് വാട്ടർ കൂളുമാണ്. 200 എന്നുള്ള നാമകരണം ആ ഒരു ടാങ്കിൽ ഹൈഡ് വെച്ചിട്ടുണ്ട്, നോക്കിയാൽ കാണാൻ പറ്റും. കൂടാതെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ഉണ്ട്. ഇനി ഈ ഒരു വലിയ ഡിസ്ക് ബ്രേക്ക് കാണാം. കൂടാതെ ടയർ കണ്ടോ, ഈ ടയറെന്ന് പറയുന്നത് 100 പ്രൊഫൈൽ ടയറാണ്. നല്ല ഭംഗിയുള്ള ടയറാണ്. മഡ്ഗാർഡിന് മുകളിൽ കൊടുത്ത ആ ഒരു കാർബൺ ഫിനിഷും കൊള്ളാം, ABSൻ്റെ ആ ഒരു വാണിംഗ് കൊള്ളാം, അല്ലെങ്കിൽ കോഷനും കൊള്ളാം. ഇനി ഹെഡ് ലാമ്പ് LED പ്രൊജക്ടറോ അല്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു പരാതിയായിട്ട് പറയാൻ. താഴെ കാണുന്ന DRL പോലും LED അല്ല എന്നുള്ളതാണ്. ഇരുവശത്തും കാണുന്ന ഇൻഡിക്കേറ്ററിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ വലിയ മിററുകളുണ്ട്. ഈ മിററുകൾ NS വന്ന അന്ന് മുതൽ ഫേമസ് ആണ്. പലരും പല വണ്ടികൾക്കും ഈ ഒരു മിറർ വെച്ച് ഞാൻ കാണുന്നുണ്ട്, എസ്പെഷ്യലി യൂണിക്കോണൊക്കെ. ഈ ടാങ്കിൻ്റെ എക്സ്റ്റൻഷനുകൾ, ആ ഒരു എക്സ്റ്റൻഷനിലാണ് ആ ഒരു 200 എന്നുള്ളത്. അതുമാത്രമല്ല ചെറിയ ചെറിയ ഹണിക്കോം പാറ്റേണൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാം. ഇപ്പോൾ നെറ്റുകളൊക്കെ വിസിബിളായി കാണുന്നത്, അല്ലെങ്കിൽ നെറ്റുകളൊക്കെ വിസിബിളായി കാണുന്നത് ഡിസൈൻ എലമെൻറ്റ്സ് ആണ്. കാണാൻ കാഴ്ചയ്ക്ക് ഭംഗി കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. കൂടാതെ മെഷ് പാറ്റേൺ കണ്ടോ, ചെറിയൊരു മെഷ് പാറ്റേൺ ആണ്. അത് മാത്രമല്ല NS200 ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫിക്സും ആ ഒരു സ്റ്റിക്കർ വർക്കും പെയിൻറ്റ് ജോബും എല്ലാം മനോഹരമാണ് എന്നുള്ളത് തന്നെയാണ്. ബാക്കിൽ വീലിന് ഹഗ്ഗറുണ്ട്. അതുമാത്രമല്ല ഹഗ്ഗറിൻ്റെ പോലെ കൊടുത്തുള്ള ആ ഒരു 2 പീസുകളിലും കാർബൺ ഫൈബർ ഫിനിഷ് ഉണ്ട്. ഇനി വലിയൊരു സിംഗാമും ആ ഒരു വീലും കാണാം. ഫ്രണ്ടിലെ വീല് 100 പ്രൊഫൈലാണെങ്കിൽ ഇത് 130 പ്രൊഫൈലാണ്. പിന്നിലെ ഡിസ്ക് ബ്രേക്ക് കണ്ടില്ലേ. കൂടാതെ ആ ഒരു കാലിപ്പറൊക്കെ ബ്ലാക്കിലാണ്. ഇനി സസ്പെൻഷൻ, ഈ ഷെയർ ചെയ്യുന്ന ബാക്ക് സസ്പെൻഷൻ കാണാം, അത് ഗ്യാസ് ഫീൽഡ് തന്നെയാണ് എന്നുള്ളതാണ്. ഇതാണ് ആ ബ്രേക്ക് പാഡിൽ. കൂടാതെ അണ്ടർ ബെല്ലിൽ ആ ഒരു എക്സോസ് പൈപ്പ് ഉണ്ട്. മാത്രമല്ല ഈ 2 കൗളുകൾ, ഈ ഒരു ബെസൽസൊക്കെ കാണാൻ നല്ല മനോഹരമാണെന്നുള്ളതാണ്. ഈ ഒരു വണ്ടർ പവർ എന്ന് പറയുന്നത് 24.5 PS ഏകദേശം 18.7 Nm ടോർക്കുമാണ്. ഇതൊരു 199cc DTS-i ട്രിപ്പിൾ സ്പാർക്ക് എഞ്ചിനാണ്. അതായത് 3 സ്പാർക്ക് പ്ലഗ് ഉണ്ട് ഈ ഒരു വണ്ടിക്ക്. ടാങ്ക് എന്ന് പറയുന്നത് അകത്താണ്. ഇത് ടാങ്കിൻ്റെ കവറാണ്. ഈ കവറിൻ്റെ മുകളിൽ പൾസർ എന്നുള്ള ഈ ഒരു ബ്ലാക്ക് ക്രോമുള്ള ആ ഒരു ലെറ്ററിങ് നല്ല മനോഹരമായിട്ടുണ്ട്. കൂടാതെ ബീഫി ആയിട്ടുള്ള ആ ഒരു ടാങ്ക് കാഴ്ചയ്ക്ക് ഭംഗിയുണ്ട്. ഇവിടെ ഒരു പ്രൊട്ടക്ടർ ഉണ്ട്. സീറ്റ് വലിയ സീറ്റാണ്, ഇരിക്കാൻ സുഖമുള്ള വലിയ സീറ്റാണ്. പിൻ സീറ്റിലും അത്യാവശ്യം യാത്രാ സുഖമുണ്ട്. ഇനി 2 ആ ഒരു ഗ്രാബ് ഹാൻഡിൽ കാണാം. ഈ LED ലൈറ്റ് എന്ന് പറയുന്നത് ബജാജിൻ്റെ ആ ഒരു പൾസറുകളുടെ തനതായ ലൈറ്റ് തന്നെയാണ്. താഴെയായിട്ട് ആ ഒരു നമ്പർ പ്ലേറ്റ് ഹാങ്ങറെല്ലാം കണ്ടോ. കൂടാതെ ഇൻഡിക്കേറ്റേഴ്സ് LED അല്ല, ബൾബ് തന്നെയാണത്. സാരി കാർഡ് പോലുള്ള കാര്യങ്ങൾ കാണാം. കൂടാതെ ഈ ഒരു ഫുഡ് പേക്ക് കണ്ടോ, മനോഹരമായ ഫുഡ് പേക്കാണ്. അപ്പോൾ ഗ്രേ ഫിനിഷ്, ബ്ലാക്ക് ഫിനിഷ്, കൂടാതെ ബോഡി കളർ ഫിനിഷുകൾ, അങ്ങനെ ഒരുപാട് ഫിനിഷുകളുടെ വണ്ടി കേട്ടോ അത്. താഴെ ആ ഒരു അണ്ടർബില്ലൊന്നൊരു കാണിക്കാം, എക്സോസ് പൈപ്പ്. ഇനി ഫുഡ് പേക്കെല്ലാം ബാക്കിലെ ഹാങ്ങിങ് ഫുഡ് പേക്കും ക്രാഷ് ഗാർഡ് കൂടി ഈ ഒരു പൾസർ 200 NS ഉണ്ട്. NS വണ്ടികൾക്ക് എല്ലാം ഉണ്ട് ഫോർ ദാറ്റ് മാറ്റർ. ഇനി ഈ ഒരു വണ്ടിയുടെ മീറ്റർ കൺസോളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. മാറ്റങ്ങൾ എന്ന് പറയുമ്പോഴേ ശരിക്കും ചില വില കൂടിയ കാറുകൾ കാണുന്ന പോലെ ടാക്കോമീറ്റർ സെൻട്രലായിട്ടും ബാക്കിയുള്ളത് ഇരുവശത്തുമാണ്. അതായത് ടെയിൽ ലൈറ്റ്സും, അത് മാത്രമല്ല ആ ഒരു MID എന്ന് പറയുന്ന ആ ഒരു MIDക്കകത്ത് ഞാൻ ആ ഒരു കീ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഓടോ, അത് മാത്രമല്ല പലവിധ മാറ്റങ്ങൾ കാണാം. ഒരു ക്ലോക്ക് ഉണ്ട്. 220 വരുന്ന ഒരാളെന്ന നിലയ്ക്ക് ക്ലോക്ക് അനിവാര്യമാണ്. ഗിയർ ഇൻഡിക്കേറ്റർ കാണാം, ഫ്യൂവൽ മീറ്റർ കാണാം, ABSൻ്റെ ആ ഒരു സിമ്പിളുണ്ട്. ഇത് RPM ലിമിറ്റിൻ്റെ ആ ഒരു ലൈറ്റാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ടോഗിൾ നോക്കാം.
ഇനി സ്വിച്ചുകളാണെങ്കിലും ബ്ലൂ ബാക്ക് ലൈറ്റാണ്, സെൽഫ് സ്റ്റാർട്ടറിൻ്റെ ആ ഒരു എഞ്ചിൻ കിൽ സ്വിച്ചും കാണാം. ഈ ഗ്രിപ്പൊക്കെ തീർത്തും സ്മൂത്ത് ആട്ടോ, കൂടാതെ ഇവിടെ ഒരു വെയിറ്റും കാണാം. ഇനി ക്ലിപ്പ് ഓൺ ഹാൻഡിലിന് കൊടുത്ത ഈ ഒരു ടൈറ്റ് എന്ന ഈ ഒരു നെറ്റ് സിൽവർ ഫിനിഷിലാണ്, കൂടാതെ ഈ 2 നെറ്റുകൾ വിസിബിളാണ്. അതുമാത്രമല്ല ഇടതുവശത്ത് കാണുന്ന സ്വിച്ചുകളിലും ആ ഒരു ബ്ലൂ ലൈറ്റും കാര്യങ്ങളും കാണാം. സെൽഫ് ക്യാൻസലിംഗ് ഇല്ല, അത് 220ക്ക് മാത്രം കണ്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ജനറേഷനിലുള്ള മുൻ പൾസറുകൾക്ക് മാത്രം കണ്ടുള്ള കാര്യമാണ്. ഇനി ഇവിടെ ഫ്യൂൽ ടാങ്കിൻ്റെ ആ ഒരു ഓപ്പണർ ഉണ്ട്, തീർത്തും മനോഹരമായി ഇൻറ്റീരിയർ ഉണ്ട്. അതായത് ഈ ബ്ലാക്ക് ഫിനിഷിൽ നല്ല ഭംഗിയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി സീറ്റിൻ്റെ ആ ഒരു കാര്യം ഒന്നുകൂടി കാണിക്കാം. ഇനി NS200 ഓടിക്കണം. NS200 ഓടിക്കുന്നതിന് മുന്നേ എന്തൊക്കെയാണ് വേണ്ടത് ടേക്ക് അവേസ്, എന്തൊക്കെയാണ് വേണ്ടത് ഗുണഗണങ്ങളെന്ന് പറയാം. ഒന്നെന്ന് പറയുന്നത് ഡ്യുവൽ ചാനൽ ABS, രണ്ടെന്ന് പറയുന്നത് അപ്സൈഡ് ഡൗൺ ഫോർക്ക്, മൂന്നെന്ന് പറയുന്നത് ആ ഒരു 20 bhp മുകളിലുള്ള പവർ, പിന്നെ യാത്രാസുഖം, ഇരിക്കാനുള്ള കംഫർട്ടൊക്കെ. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, അത് ഓടിച്ച് കാണിക്കണം. റൂട്ടിൽ എടുത്തിട്ട് ഓടിക്കുമ്പോൾ എങ്ങനെ എടുത്തുകൊണ്ട് പറയണം. ശരി, നമുക്ക് വണ്ടി ഓടിക്കാം. ബജാജ് പൾസർ NS200 ഓടിക്കുകയാണ്. ഓടിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഓടിക്കല്ല, കൈ കൊടുത്ത് ഓടിക്കണം. അപ്പോൾ 130 km/h ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്പീഡെന്ന് പറയുന്നത്. ആ ഒരു സ്പീഡ് ടോപ്പ് സ്പീഡാണ്. 135 വരെയൊക്കെ പോയി ചവിട്ടി പിടിച്ചാൽ. പക്ഷേ ശരിക്കും സ്പീഡിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു സ്ട്രീറ്റ് ബൈക്ക് എന്ന നിലയ്ക്ക് റൈഡ് ക്വാളിറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളുമാണ് ഒരു വണ്ടിയുടെ മെയിൻ ഫാക്ടർ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് സ്പോട്ട് ഓൺ ആണ്. എന്ന് വെച്ചാൽ ബജാജ് പൾസർ NSൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ USD, അതായത് അപ്സൈഡ് ഡൗൺ ഫോർക്ക് വന്ന വേർഷൻ നമ്മൾ ചെയ്തു എന്നുള്ളതിനേക്കാൾ ഉപരി NSൻ്റെ മുഴുവനായിട്ടുള്ളൊരു വീഡിയോ ചെയ്തു എന്ന നിലയ്ക്ക് കാണണേ. അപ്പോൾ ഡ്യൂക്കിൻ്റെ എഞ്ചിൻ ബ്ലോക്കുമായിട്ട് NS വന്നു. ആ ഒരു NS അണ്ടർബെല്ലി എക്സോസ്റ്റ് പുതിയതായിരുന്നു. പൾസർ ഫാമിലിയിലെ ഏറ്റവും ഫ്രീക്കനായിട്ടുള്ള വണ്ടി എന്ന നിലയ്ക്കാണ് NS വന്നത്. അപ്പോൾ ഫ്രീക്കൻ എന്ന് പറയുമ്പോൾ ഞാൻ ആ ഒരു വാക്ക് പറയുന്നത് ഈ ഒരു ബോഡി ഷേമിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനുഷ്യന്മാർക്കല്ലേ, അത് വാഹനങ്ങൾക്കില്ലല്ലോ, അല്ലെങ്കിൽ വാഹനങ്ങൾ അത് വലിയ കാര്യമായിട്ട് മൈൻഡ് ഇല്ലല്ലോ. ശരി, അങ്ങനെ പറയുമ്പോൾ ഈ ഒരു വണ്ടി പെട്ടെന്ന് തന്നെ സ്വീകാര്യത നേടി. അതിന് കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു പെട്ടെന്ന് നമുക്കിങ്ങനെ ഫ്ലിക്ക് ചെയ്ത് കൊണ്ടു നടക്കാവുന്ന ഒരു നേച്ചറും, അതുമാത്രമല്ല കൈ കൊടുത്താൽ കിട്ടുന്ന ഒരു ഫീലും ഒക്കെ തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ പവർ ടോർക്ക് ഫിഗറുകൾ വേണം. അതായത് 24.5 PS പവറും 17.8 Nm ടോർക്കുമുള്ള ഈ വണ്ടി എന്ന് പറയുന്നത് അത്യാവശ്യം ആ ഒരു കാര്യത്തിൽ മികച്ച് നിൽക്കുകയാണ്. കാരണം 220 എന്നൊക്കെ പറയുന്ന വാഹനത്താണ് 20 PS ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറച്ചും കൂടി നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടി എന്ന നിലയ്ക്കാണ് ആളുകൾ ഇത് കണ്ടത്. ആ ഒരു വിലയൊക്കെ നോക്കുമ്പോൾ വിലയൊക്കെ കൂടി, അന്നത്തെ വിലയൊന്നല്ല ഇപ്പോൾ. അങ്ങനെ 11 മോഡലുകളോളമുള്ള ബജാജ് പൾസറിൽ ഫ്രീക്കൻ കുട്ടി എന്ന നിലയ്ക്കാണ് ഞാൻ ഈ വണ്ടി കണ്ടത് പറഞ്ഞില്ല. ആ ഒരു ഫ്രീക്കന് ഇപ്പോൾ കുറച്ചും കൂടി ഫ്രീക്കത്തരം കൈവന്നേക്കാണ്. അതായത് എഞ്ചിനിൽ കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല, എഞ്ചിനിൽ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ BS6, അതായത് OBD2 കംപ്ലൈൻറ്റ് എന്ന് പറയുന്നതാണ് പുതിയ BS6ൻ്റെ നോംസ് എന്ന് പറയുന്നത്. ആ ഒരു സംഗതി OBD2 സ്റ്റേജ് 2 എന്നായിരിക്കും. അതായത് OBD2 ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ വണ്ടിക്ക് അത്യാവശ്യം മികവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് 2 വണ്ടികൾ ഓടിക്കുന്നുണ്ട്, ഒന്ന് 160ഉം ഒന്ന് ഒരു 200ഉം. അങ്ങനെ അപ്സൈഡ് ഡൗൺ ഫോർക്ക് വന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു എന്ന് മാറ്റി നിർത്തിയാൽ പവറിൻ്റെ കാര്യത്തിൽ വലിയ ഒരു വ്യത്യാസമില്ല എന്നുള്ളതാണ്. എന്ത് പവർ എന്നല്ലേ ഞാൻ കാണിച്ചുതരാം. ഡൗൺ ചെയ്തു, അതായത് 11,000 RPM റെഡ് ലൈൻ മാർക്ക് ചെയ്യുന്നത്. 10,000 മാർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ 11,000 ടച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വണ്ടിയുടെ പവർ എന്ന് പറയുന്നത് 9,500 RPM ആ ഒരു പീക്ക് പവർ. പക്ഷേ ആ ഒരു പീക്ക് പവറിൽ നമുക്ക് എത്താനായിട്ട് അത് ഡ്രൈവ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എഞ്ചിന് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. അതായത് ഹെസിറ്റേഷൻ ഒന്നുമില്ല, അങ്ങ് പാഞ്ഞ് കയറി പോകുന്നുണ്ട്. ഇപ്പോൾ OBD2 കംപ്ലൈൻറ്റ്, OBD2 എന്ന് പറയുന്നത് OBD2യുടെ ആ ഒരു ഫേസ് 2 കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് മാത്രം ബാക്കി നിൽക്കുകയാണെന്നാണ് ബജാജ് പറയുന്നത്. എന്തായാലും ഈ ഒരു വണ്ടിയുടെ ഒരു മെയിൻ ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയ കാര്യമെന്ന് പറയുന്നത് ഓടിക്കാനുള്ള ഒരു സുഖം തന്നെയാണ്. ഫ്ലിക്കബിൾ ആയിട്ടുള്ള നാച്ചുറാണ്. ഇപ്പോൾ ട്രാക്കിൽ ഓടിച്ച് നോക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ ഇത് സ്ട്രീറ്റ് ബൈക്കാണ്. സ്ട്രീറ്റ് ബൈക്കിൻ്റെ ഒരു റൈഡിങ് പോസ്റ്ററാണ് മികച്ചത് കിട്ടുന്നത്. അതായത് റൈഡിങ് പോസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മളിരിക്കുന്ന ഒരു പോസ്റ്റർ മികച്ചതായിരിക്കണം. ആ ഒരു കാര്യത്തിൽ നല്ല ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ കാലൊക്കെ നമ്മൾ തീർത്തും വൃത്തിയായി വെച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. നമുക്ക് ഒട്ടും ഫാറ്റിക് ഇല്ല. നമുക്ക് എത്ര ദൂരം വേണമെങ്കിൽ ഒരു അപ്രൈറ്റ് റൈഡിങ് പോസ്റ്ററിൽ ഇരുന്ന് വണ്ടി ഓടിച്ച് കൊണ്ടുപോകാം എന്നുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് മികച്ചൊരു ഗുണമാണ്. ആ ഒരു ഗുണം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു NSൻ്റെ ഒരു യൂണീക്ക് സെല്ലിംഗ് പോയിന്റ്. അപ്പോൾ വിദേശത്തെ വാഹനങ്ങളിൽ അല്ലെങ്കിൽ വിദേശത്തേക്ക് കയറ്റി വിടുന്ന വാഹനങ്ങൾ അപ്സൈഡ് ഡൗൺ ഫോർക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ ഇന്ത്യക്കും കൂടി അത് കൊടുക്കണമെന്ന് തീരുമാനിച്ച ബജാജിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ബജാജിൻ്റെ ആ ഒരു തീരുമാനത്തിൽ ഞാൻ
ശരിക്കും നല്ല കാര്യമായിട്ട് കാണുന്നു. കാരണം നമുക്കും ടെക്നോളജി വേണം. പിന്നെ ടി വി എസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടികൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു കുറവായിട്ട് ഞാൻ കാണുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഇല്ല, അതുപോലെ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് അല്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സ്റ്റിൽ അതൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് അടുത്ത ഒരു വേരിയൻറ്റിൽ അല്ലെങ്കിൽ അടുത്ത വേർഷനിൽ വരുമായിരിക്കുമെന്ന് ഞാൻ കരുതാണ്. അങ്ങനെ വരികയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ട് കാണാട്ടോ. ഈ ഒരു വണ്ടി 6 സ്പീഡ്, അതായത് 6 കോക ആയതുകൊണ്ട് തന്നെ 100 കിലോമീറ്റർ സ്പീഡ് എന്ന് പറയുന്നത് വളരെ വേഗം എത്തുന്നുണ്ട്. വേഗം എന്ന് പറയുമ്പോൾ അധിക സമയം എടുക്കാതെ ആ ഒരു 100 കിലോമീറ്റർ വേഗത്തിൽ എത്തിയിട്ട് നമുക്ക് ആ ഒരു സ്പീഡിൽ ഇങ്ങനെ കീപ്പ് ചെയ്ത് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഗിയർ ഇൻഡിക്കേറ്റർ പോലുള്ള ഹൈടെക് കാര്യങ്ങൾ പറയുമ്പോൾ ബജാജ് പൾസർ 220 ഓടിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ക്ലോക്ക് പോലും ഹൈടെക് ആണ്. കാരണം ആ വണ്ടി ഈ ക്ലോക്ക് ഇല്ലല്ലോ. ആ ഒരു നടുവിലെ മീറ്റർ എന്ന് പറയുന്നത്, ആ ഒരു മീറ്ററിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്, ഞാൻ ഡൗൺ ചെയ്തിട്ട് കൈ കൊടുക്കാം. അതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് തീർത്തും റഫ് ഫ്രണ്ട്ലി ആയിട്ട് ആ ഒരു സൂചി നമുക്ക് ആ ഒരു ചുവന്ന ലൈനിൽ തട്ടുന്ന കാണുന്നത് ഭയങ്കര ഭംഗി കേട്ടോ. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹാൻഡിലിൻ്റെ ഒരു പൊസിഷനാണ്. അതായത് ഈ ഒരു ഹാൻഡിൽ എന്ന് പറയുന്നത് നമുക്ക് നല്ല ഒരു കംഫർട്ടബിളായിട്ട് പിടിക്കാൻ വേണ്ടി ഗ്രിപ്പൊക്കെ സ്മൂത്താണ്, നല്ല മിററുകളാണ്, മികച്ച ഒരു കാഴ്ച വരുന്നുണ്ട്. റൈഡ് ക്വാളിറ്റി കാര്യം പറയുമ്പോൾ എനിക്ക് ഒരിത്തിരി സ്റ്റിഫായിട്ട് തോന്നി. അതായത് NS200-ൻ്റെയും NS160-ൻ്റെയൊക്കെ സസ്പെൻഷൻ സെയിം ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഒരിത്തിരി സ്റ്റിഫായിട്ട് തോന്നി. ആ ഒരു സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു റൈഡിൽ അല്ലെങ്കിൽ ഹൈ സ്പീഡിൽ സ്റ്റെബിലിറ്റിക്ക് നല്ല ഒരു ഗുണം തരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി വണ്ടി കൂടിയാണല്ലോ ഈ ഒരു പൾസർ NS200 എന്ന് പറയുന്നത്. ബ്രേക്കിൻ്റെ കാര്യം കൂടി പറയണം. ബാക്ക് മുന്ന് ഡിസ്ക് ബ്രേക്കുകളായതുകൊണ്ട് തന്നെ പിടിച്ചാൽ പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം കൂടി വണ്ടിക്ക് കണ്ടു. അതും ഒരു ഗുണമാണ് എന്നുള്ളതാണ്. ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, അതായത് RPM ലിമിറ്ററാണ്, ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ അല്ല. അതായത് ഹൈ സ്പീഡിൽ ഓടിക്കുന്ന ആൾക്കാർക്ക് മാത്രം യൂസബിൾ ആവുന്ന കാര്യമാണ് ഈ RPM ലിമിറ്റർ. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുമാത്രമല്ല ക്ലിപ്പ് ഓൺ ഹാൻഡിൽസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പൊസിഷനിങ് കൊള്ളാം, വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ബ്രേക്കിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് നല്ലതാണ്. അപ്പോൾ ഒരുപാട് പോസിറ്റീവ്സും വളരെ കുറച്ച് നെഗറ്റീവ്സുമുള്ള ഒരു നേക്കഡ് സ്ട്രീറ്റ് ബൈക്ക്, അതാണ് പൾസർ NS200 അല്ലെങ്കിൽ പൾസർ NS ഫോർ ദാറ്റ് മാറ്റർ. 160 കമ്പയർ ചെയ്യുമ്പോൾ ദിസ് തിങ് ഗോട്ട് മോർ പവർ ആൻഡ് എങ്ങനെ വേണമെങ്കിൽ പൊളിച്ച് ഓടിക്കാനുള്ളൊരു അവസരമുണ്ട്. ലോങ് ഡ്രൈവ് ഒക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അതുമാത്രമല്ല ഒരു റിയൽ ലൈഫ് ഫ്യൂവൽ എക്കണോമി എന്ന് പറയുന്നത് 37 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്, അതായത് ബജാജ് പറയുന്നത്. അവർ പറയുന്നുണ്ട് ARA സർട്ടിഫൈ ചെയ്ത മൈലേജ് ഒന്നല്ല, നമ്മൾ റിയൽ ലൈഫിലെ മൈലേജാണ് പറയുന്നത്. നമുക്ക് ഒരിക്കലും ഒരു എക്സാജുറേറ്റഡ് ആയിട്ട് മൈലേജിൻ്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ പറയേണ്ട. അങ്ങനെ പറയുമ്പോൾ 37 കിലോമീറ്റർ എന്ന് പറയുന്ന ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിക്ക് ഒരു നല്ല മൈലേജ് തന്നെയാണ്. അപ്പോൾ മോണോ ഷോക്കാണ് പിന്നിൽ, ഫ്രണ്ടിൽ അപ്സൈഡ് ഡൗൺ ഫോർക്കാണ്. അതുമാത്രമല്ല AHO ഓട്ടോ ഹെഡ് ലാംപ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ പുതിയ വണ്ടികൾക്ക് എല്ലാം തന്നെ ഉണ്ട്. എനിക്ക് മിസ് ചെയ്യുന്നൊരു സാധനം എന്ന് പറയുന്നത് ആ ഒരു സെൽഫ് ക്യാൻസലിംഗ് ഇൻഡിക്കേറ്റേഴ്സാണ്. ഇറ്റ് വാസ് ദെയർ ഇൻ 220. ഐ തിങ്ക് പുതിയ 220ക്കും അത് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് എടുത്ത് കളയുന്നത് മണ്ടത്തരമാണ്, എടുത്ത് കളയുന്നത് വഴിയില്ല. അപ്പോൾ എല്ലാ ലൈറ്റുകളും ബ്ലൂ ആയി. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെയും ബ്ലൂ ആണ് ബാക്ക് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് കൈ കൊടുക്കുകയാണ്. റൈഡിങ് ദ ബജാജ് NS200 ഓൺ എ ട്രാക്ക്. ഈ ട്രാക്ക് ശരിക്കും നമുക്ക് തീർത്തും പരിചിതമായ ട്രാക്കാണ്. കാരണം ഈ ട്രാക്കിൽ നമ്മൾ ഒരുപാട് വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം ഓപ്പൺ ഇലക്ട്രിക് ടു അൾട്രാ വയലറ്റ്. അപ്പോൾ ഞാൻ പൾസർ NSൻ്റെയും പൾസർ NS200ൻ്റെയും ഒരു റൈഡ് എക്സ്പീരിയൻസ് ഇവിടെ ചെയ്യാനാണ് നമ്മൾ വന്നേക്കുന്നത് ബാംഗ്ലൂർ. അപ്പോൾ ട്രാക്കിൽ ഓടിക്കുന്ന, എനിക്ക് തോന്നുന്നു ഈ ട്രാക്കിൽ ഓടിക്കുന്ന ഒരു ഇലക്ട്രിക് അല്ലാത്ത വണ്ടിയെന്ന് ഈ ഒരു വണ്ടിയെ പറയാം. അപ്പോൾ ഇലക്ട്രിക് വണ്ടികൾ ഓടിക്കുന്ന പോലെ അല്ല ശരിക്കും പറഞ്ഞാൽ.
അപ്പോൾ അതുപോലെ ഒരു വീഡിയോ ഇവിടെ നിന്ന് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്, പിന്നെ ബെൽ കൂടി ചെയ്യാം. എന്നാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇഷ്ടമായി മെസ്സേജ് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ ഒക്കെ നമ്മൾ എന്തായാലും അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരെയ്ക്ക് നന്ദി, നമസ്കാരം.